ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എൽഡറാഡോ ടെക്കി. എൽഡറാഡോ ടെക്കി എന്ന് പറയുന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നോഡ് ജി എസ് നമ്മുടെ വിൻഡോസിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം നിങ്ങൾ ബ്രൗസർ എടുക്കുക. ബ്രൗസർ എടുത്ത ശേഷം നിങ്ങൾ ഗൂഗിളിൽ നോഡ് ജെ എസ് എന്ന് അടിച്ചു കൊടുക്കുക. നോഡ് ജെ എസ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോഡ് ജെ എസിൻ്റെ ലിങ്ക് കാണാൻ കഴിയും. അതിൽ node.js.org എന്നുള്ള ആദ്യം കാണുന്ന റൺ ജാവാസ്ക്രിപ്റ്റ് എവരിവെയർ എന്നുള്ള അത് ആദ്യം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ കണ്ടില്ലേ നോഡ് ജെ എസിൻ്റെ വേർഷനൊക്കെ ഇവിടെ കാണാം. ഡൗൺലോഡ്സ് നോഡ് ജെ എസ് വേർഷൻ 22.11.0 എന്നുള്ളതാണ് ഇപ്പോഴത്തെ കറണ്ട് വേർഷൻ. അതിൻ്റെ കൂടെ തന്നെ NPM പാക്കേജും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, ബണ്ടിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ LTS വേർഷൻ നിങ്ങൾ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രീ ബിൽറ്റ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞ് കാണും. അവിടെ കണ്ടില്ലേ, അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ നേരെ മെയിൻ ഭാഗത്തു നിന്ന് തന്നെ ഡൗൺലോഡ് നോഡ് ജെ എസ് എന്നുള്ളത് കൊടുക്കണം. അപ്പോൾ ഒരു MSI ഫയൽ ഡൗൺലോഡ് ആവാനുള്ള പോപ്പപ്പ് വിൻഡോ കാണിക്കും. അത് നിങ്ങൾ സേവ് കൊടുക്കുക. അപ്പോൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. 28.9 MB സൈസുള്ള ഒരു MSI ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. നോഡ് ജെ എസിൻ്റെ MSI ഫയൽ ഡൗൺലോഡ് ചെയ്ത ശേഷം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ സാധിക്കും. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഗ്രിമെൻറ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളുടെ നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. സി പ്രോഗ്രാം ഫയൽസ് ഡിഫോൾട്ടായിട്ട് ഞാൻ അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ലൊക്കേഷനിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ ഡിഫോൾട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുന്നു. ഇതൊന്നും ചെയ്യാനില്ല. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്ത ശേഷം വീണ്ടും ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതെന്താ ആ നോഡ് ജെ എസ് ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഫിനിഷായി കഴിഞ്ഞാൽ നമ്മൾ ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്ത ശേഷം നമ്മൾ നോഡ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നോഡിൻ്റെ വേർഷൻ കാണാൻ കഴിയും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുള്ള വേർഷൻ 22.11. അപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി NPM നമുക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. NPM വേർഷൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേർഷൻ കാണുന്നതാണ് 10.9.0. അപ്പോൾ അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസ് സെറ്റ് ചെയ്യാനുണ്ട്. ചിലർക്ക് ഇത്തരം സാഹചര്യത്തിൽ ചിലപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് കറക്റ്റ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ നമ്മളുടെ സ്റ്റാർട്ട് മെനുവിൽ പോവുക. സ്റ്റാർട്ട് മെനുവിൽ പോയ ശേഷം കൺട്രോൾ പാനൽ അടിക്കുക. കൺട്രോൾ പാനൽ എടുത്ത ശേഷം അവിടെ നിന്ന് സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സിസ്റ്റം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സിസ്റ്റം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലൊരു വിൻഡോ വരും, സിസ്റ്റത്തിൻ്റെ വിൻഡോ വരും. അതിൽ അഡ്വാൻസ് സിസ്റ്റം സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ എൻവയോൺമെൻറ്റ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നതാണ്. അവിടെ നമുക്ക് സിസ്റ്റം വേരിയബിൾസ് എന്ന് കാണുന്നുണ്ടല്ലോ. ഈ സിസ്റ്റം വേരിയബിൾസിൽ പാത്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടൂൾസ് സോഫ്റ്റ്വെയർ നോഡ് ജെ എസ് എന്നുള്ള ഒരു എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. നമുക്ക് വീണ്ടും രണ്ട് പാത്ത് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NPMത്തിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ബിന്നിൻ്റെയും നമുക്ക് പാത്ത് ആഡ് ചെയ്ത് കൊടുക്കണം. ആ പാത്ത് ആഡ് ചെയ്ത് കൊടുക്കണം എന്ന് വെച്ചാൽ നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും എല്ലാ സ്ഥലത്തും നമുക്ക് തടസ്സമില്ലാതെ നമുക്ക് നോഡിൻ്റെ ആക്സസിബിലിറ്റി കിട്ടാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എവിടെയാണോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ആ ലൊക്കേഷനിൽ പോവുക. സിയിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക, സി പ്രോഗ്രാം ഫയൽസിലായിരിക്കും. അതിൽ ഈ നോഡ് മൊഡ്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ NPM എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഇതെടുക്കുക. ഈ പാത്ത് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുക്കുക. NPMത്തിൻ്റെ കിട്ടി. ഇനി ബിന്നിൻ്റെയും കൂടി വേണം. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് വീണ്ടും ഫോൾഡറിൽ പോവുക. അതിൽ ബിന്ന് എന്ന് പറഞ്ഞുള്ള ഒരു ഫോൾഡറും കൂടി കാണും. ഓക്കെ,
ആ പാത്ത് കൂടെ അവിടുന്ന് കോപ്പി ചെയ്തെടുത്തു. അതിനുശേഷം അതും അവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചെയ്ത ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. അപ്പോൾ പാത്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് Node.jsന്റെ ഒരു പാത്ത് ഉണ്ട്. നോഡ് മൊഡ്യൂൾസ് npm എന്നുള്ള ഒരു പാത്ത് ഉണ്ട്. npm/bin എന്നുള്ളൊരു പാത്തും ഉണ്ട്. അങ്ങനെ 3 പാത്തുകളാണ് നമുക്ക് എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ നമുക്ക് കറക്റ്റായിട്ട് എഡിറ്റ് ചെയ്ത് കൊടുക്കാനുള്ളത്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. വീണ്ടും ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി എൻവയോൺമെൻറ്റ് വേരിയബിൾസ് നമുക്ക് എടുത്ത് നോക്കാം. ഒന്ന് റീചെക്ക് ചെയ്യാം കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ ഓക്കെ കൊടുത്താൽ മതി. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ Node.js നമ്മളുടെ സിസ്റ്റത്തിൽ പ്രോപ്പറായിട്ട് npmഉം Node.jsഉം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നോഡും npmഉം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. തുടർന്നും എൻ്റെ വീഡിയോകൾ കാണുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് മുന്നോട്ട് ചെയ്യുന്ന വീഡിയോയ്ക്ക് എൻ്റെ ഊർജ്ജം. എത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എന്നെ അറിയിക്കുക. അത്തരത്തിലുള്ള വീഡിയോസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സ്റ്റേ ട്യൂൺ. I will see you in the next video.